ഇപ്പോൾ പ്രമേഹമുള്ള ഒരാൾ പഞ്ചസാര കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പഥ്യമാണ്. അതിപ്പോൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഇഫക്റ്റ് ഇല്ല ആക്കാനല്ല, ഈ അതിന് കഴിഞ്ഞ മരുന്ന് അത് കൂട്ടാനല്ല. ഈ രോഗിക്ക് മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മധുരം കഴിച്ചാൽ അസുഖം കൂടും. അതേപോലെ ആ രോഗാവസ്ഥ നോക്കിയിട്ട് ആ രോഗത്തിന് പറ്റാത്ത സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഈ പഥ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ. വിനോദസഞ്ചാര മേഖലയിലടക്കം ഈ പഞ്ചകർമ്മ ചികിത്സ നടത്തുന്നതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു. ശരിക്കും എന്താണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പലർക്കും കൃത്യമായിട്ട് അറിയില്ല. എന്താണ് ശരിക്കും ഒരു യഥാർത്ഥ പഞ്ചകർമ്മ ചികിത്സ? പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ അതൊരു ശുദ്ധ ചികിത്സയാണ്. ഈ ശരീരത്തിൽ കാലക്രമേണ അടിഞ്ഞു കൂടിയിട്ടുള്ള ബയോടോക്സിൻസും അതുപോലുള്ള വിഷാംശങ്ങളും പുറത്തേക്ക് കളയാനുള്ള ഒരു പ്രൊസീജിയറാണ് പഞ്ചകർമ്മ ചികിത്സ. ഇപ്പം എന്ത് പറ്റിച്ചാൽ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ധാരിയും അതേപോലെ നവരിക്കയും ഒക്കെ പരസ്യങ്ങളിൽ വരുന്നത് ആൾക്കാർ അതാണ് പഞ്ചകർമ്മം എന്ന് വിചാരിക്കുന്നു. അതല്ല പഞ്ചകർമ്മം. പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുക, വയറിളക്കുക, വസ്തു ചെയ്യുക, നസ്യം ചെയ്യുക മുതലായിട്ടുള്ളതാണ് പഞ്ചകർമ്മം. ഇത് ഓരോന്നും ഓരോ പ്രത്യേക രോഗാവസ്ഥകളിൽ ആ രോഗിയുടെയും രോഗത്തിൻ്റെയും അവസ്ഥ നോക്കി ഒരു വൈദ്യൻ നിശ്ചയിച്ച് അതിൻ്റെ ശരീരത്തിന് അതിനെ പ്രിപ്പയർ ചെയ്ത് സാവകാശം ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയാണ് പഞ്ചകർമ്മം. അപ്പോൾ ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. ഇവിടെ നോർത്ത് ഇന്ത്യയിലെ ഒരു വോളണ്ടിയർഷിപ്പ് ആയുർവേദ തോന്നുന്നു ഒരു പ്രത്യേക ഒരു സ്റ്റഡി നടന്നു. ആ സ്റ്റഡിയിൽ ഒരു രോഗിക്ക് വയറിളക്കാൻ മരുന്ന് കൊടുത്തു. വയറിളക്കം പഞ്ചകർമ്മത്തിൻ്റെ ഭാഗമാണ്. വയറിളക്കാൻ മരുന്ന് കൊടുത്തു. അവരെന്ത് ചോദിച്ചാൽ ആദ്യം ഉണ്ടാവുന്ന മോഷൻ അത് മൈക്രോബിന് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ അവസാനത്തെ മോഷൻ വരെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ കണ്ടത് ആദ്യം കുറേ ചീത്ത മൈക്രോബ്സ് അതിലുണ്ടായിരുന്നു. അതൊക്കെ പുറത്തേക്ക് പോയി അവസാനം സ്വാഭാവികമായിട്ടുള്ള നല്ല മൈക്രോബ്സ് വരെ പുറത്തേക്ക് വന്നു. അതിനകത്ത് അയാളുടെ സ്റ്റൊമക്ക് കംപ്ലീറ്റ് പ്യൂരിഫൈഡ് ആയി. ബ്രെയിൻ ആക്സിസിനെ കുറിച്ച് ഏറ്റവും അധികം തീരുമാനിക്കപ്പെട്ട വസ്തുതയാണ്, തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ശുദ്ധീകരണ ചികിത്സ തീർച്ചയായിട്ടും അത് ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ വരെ സ്വാധീനിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ധാരാളം നമുക്കറിയാം, അറിഞ്ഞോ അറിയാതെയോ ധാരാളം ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഈ ടോക്സിൻസ് ലോഡ് ചെയ്തിട്ടാണ് ഒരു ഘട്ടത്തിൽ അത് രോഗമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ രോഗാവസ്ഥയ്ക്ക് ഒരു പ്രിവെൻറ്റീവായിട്ട് പഞ്ചകർമ്മ ചികിത്സ ചെയ്യാം. 1. 2, ചില രോഗങ്ങളിൽ ഇതിനെ നീക്കം ചെയ്താൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ആശ്വാസം ലഭിക്കും. ഇത് വളരെ ഇൻവേസീവ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള പ്രകൃതിക്ക് അനുസരിച്ചുള്ള ഒരു ചികിത്സാക്രമമാണ് എന്നുള്ളത് കൂടി ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കും. ഒരു യൂഷ്വൽ ചെക്കപ്പിൽ കണ്ടുപിടിച്ചതാണ്. അയാൾ അവിടെ ഒന്ന് ചികിത്സിച്ചയാൾക്ക് ഇൻറ്റേർണലായിട്ടൊന്നും കൊടുത്തില്ല കാര്യമായിട്ട്. വെറുതെ അഭ്യംഗം അതേപോലെ തന്നെ ബസ്തി കൊടുത്ത് 2 ദിവസം അയാൾ പോയി. ആ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം ക്ലിയറാണ്, ഒരു പ്രശ്നമാണ്. അതായത് ശരീരത്തിലെ ദോഷങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ശരീരം തന്നെ അതിനെ കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. വിപണിയിലെത്തുന്ന ആയുർവേദ മരുന്നുകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഗുണമേന്മ എങ്ങനെയാണ് നമ്മൾ ഉറപ്പാക്കുന്നത്? എങ്ങനെയാണ് ഒരു നല്ല അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഒരു ആയുർവേദ മരുന്ന് കണ്ടെത്തുക? പച്ചമരുന്നുകളുടെ ലഭ്യത കുറഞ്ഞു വരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും പലതിലും ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നില്ല. മുൻപൊക്കെ അത് കാട്ടിൽ നിന്ന് പെരുക്കിയിരുന്നു. ഇപ്പോൾ കൃഷി ചെയ്തിട്ട് ഉണ്ടായി കൊണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ഗുണമേന്മ ഉറപ്പുവരുത്താൻ മുൻപൊക്കെ ഉപയോഗിച്ചിരുന്നത് ഒരു ഇതിനോട് പരിചയമുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ നോക്കി പറയുന്നു. ഇപ്പോൾ അതുണ്ട്. പക്ഷേ അതിന് പുറമെ ഒരു ഹെർബാസ് എന്നൊരു സിസ്റ്റമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹെർബിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് അത് ക്യാമറയെടുത്ത് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യണം. അങ്ങനെ കുറേ ഐറ്റത്തിൻ്റെ സ്റ്റോർ ചെയ്ത് പിന്നീട് ആ ഐറ്റം പുതുത് മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ അതൊരു സെക്ഷൻ എടുത്ത് കാണിച്ചാൽ ഒരു 10 സെക്കൻഡിനുള്ളിൽ ഇത് ശരിയാണോ തെറ്റാണോ കറക്റ്റാണോ എന്ന് അറിയാൻ കഴിയും. ഫിംഗർ പ്രിൻറ്റിങ് മുതലായിട്ടുള്ള ചില ടെക്നിക്സിലുണ്ട്. അപ്പോൾ ബാച്ച് ടു ബാച്ച് വേരിയേഷൻ ഈ ഉണ്ടായിക്കഴിഞ്ഞതിൻ്റെ ഗുണനിലവാരം ഇതൊക്കെ ഈ ഒരു 3-4 ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ അതിൽ ഒരു കമ്പാരിസണാണ് അതിൽ വരുന്നത്. അങ്ങനെ ചെയ്തിട്ടാണ് ഇപ്പോൾ മരുന്നുകളൊക്കെ പുറത്തേക്ക് വരുന്നത്. അതേപോലെ തന്നെ അതിൽ ഈ ഘന ലോഹങ്ങളുടെ ഹെവി മെറ്റീരിയൽസിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എത്ര എന്നറിയാനുള്ള ടെസ്റ്റുകളുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത്. പണ്ട് നമ്മളിപ്പോൾ ഇത്ര പല മരുന്ന് ഇത്ര സമയം തിളപ്പിച്ച് ഇങ്ങനെ മരുന്നെടുക്കുന്നു എന്നൊരു പ്രോസസ്സായിരുന്നുവെങ്കിൽ ഇപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഇതേ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ പണ്ട് 120 ഗ്രാം മരുന്നെടുത്ത സ്ഥലത്ത് ഇന്നൊരു പക്ഷേ 48 ഗ്രാം മരുന്ന് മതിയാവും.
ആ നിലയ്ക്ക് ഈ ഇപ്പോഴത്തെ സ്കേഴ്സിറ്റിയെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നാണ്. രണ്ട് നിലയ്ക്കാണ്. അതിനെ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കുക, അതിന് ഉണ്ടാക്കുക. രണ്ട്, കിട്ടുന്ന മരുന്നുകളെ പരമാവധി ഉപയോഗിക്കുക. അങ്ങനെ അതിനെ പരമാവധി ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമാണ്. ഇതിൻ്റെ സ്കേഴ്സിറ്റി മനസ്സിലാക്കുകയും ആ സ്കേഴ്സിറ്റിയോട് നമ്മളൊരു ജസ്റ്റിസ് ചെയ്യാൻ. മരുന്നുകൾ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മരുന്ന് 60 ഗ്രാമിന് പകരം 12 ഗ്രാം കൊണ്ട് ഉണ്ടാക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദാറ്റ്സ് എ സൊല്യൂഷൻ. നമ്മൾ വിറകടുപ്പിൽ ഓട്ടുപാത്രത്തിലാണ് ഉണ്ടാക്കിയത്. അതൊക്കെ മാറിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹീറ്റ് സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീമുണ്ട്, അതേപോലെ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അത് എന്ത് മാറ്റം വരുത്തുമ്പോഴും ഈ ആത്യന്തികമായിട്ട് മരുന്നിൻ്റെ ഗുണനിലവാരം കുറയുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുൻപ് പല ആൾക്കാർക്കും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് കഷായങ്ങളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അവർ കഴിക്കില്ല. അപ്പോൾ അതിനെ സോളിഡിഫൈ ചെയ്ത് ഗുണക്കുറവ് വരാതെ അതിനെ ടാബ്ലറ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഒരു കഷായം കഴിച്ചാലും തത്തുല്യമായിട്ടുള്ള കഷായത്തിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാലും ഒരേ ഫലമാണ്. അതിൻ്റെ റിസൾട്ടിൽ വ്യത്യാസമില്ല. അതേപോലെ തന്നെ ഭസ്മങ്ങളൊക്കെ നമ്മളിപ്പോൾ ക്യാപ്സൂളാക്കി വരുന്നുണ്ട്. അതിന് ഉദ്ദേശം എന്താ, ഇത് വളരെ ലൈറ്റായിട്ടുള്ളതാണ്. ഈ ഫാൻ ടാപ്പോലും അത് പാറിപ്പോകും. അപ്പോൾ അതിന് ആ രോഗിക്ക് കൃത്യമായിട്ടുള്ള ഡോസ് കിട്ടാൻ അത് ക്യാപ്സൂളിലായി കൊടുക്കുമ്പോൾ രോഗിക്ക് സൗകര്യമാണ്, നഷ്ടം വരുന്നില്ല. അങ്ങനെയുള്ള മോഡിഫിക്കേഷൻസാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആത്യന്തികമായിട്ടുള്ള റിസൾട്ടിൽ കുറവില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ചെയ്യുന്നു. ഹിതാഹാര വികാര സേവി സമീക്ഷകാരി വിഷയേഷു അസക്ത ദാദാപര സത്യപര സമാവാൻ ദാദാ സമ സത്യപര ക്ഷമാവാൻ ആപ്തോപസേവീച്ച ഭവത്തി അരോഗ. കൃത്യമായിട്ട് വളരെ കൺസൈസ് ആയിട്ടുള്ളൊരു മറുപടിയാണ്. നിത്യം ഹിതാഹാര വിഹാര സേവി, ഹിതമായിട്ടുള്ള ആഹാരം കഴിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ ഇടപെടുക. നമുക്കിപ്പോൾ ജിമ്മിൽ പോണവരോടൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ അവിടെ ലക്ഷ്യം എന്താണ്? ആരോഗ്യമാണോ, അഴകാണോ, അതോ മറ്റെന്തെങ്കിലും ആണോ? ഇങ്ങനെ ഓരോന്നിനെയും കൃത്യമായിട്ട് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആഹാരം. ഇപ്പം നമുക്കൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ ആസക്തി കൂടി ആലസ്യന്മാരുമായി. ഈ അമിതമായ ആലസ്യവും അമിതമായ ആസക്തിയുമാണ് രോഗത്തിന് കാരണം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശരിയായ ചിന്ത. പിന്നെ എല്ലാറ്റിനും ഒരു കൺട്രോൾ ഉണ്ടാകും. ഹിതമായിട്ടുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് അർത്ഥം നമ്മുടെ ശരീരത്തിന് വേണ്ട ആഹാരം കഴിക്കുക. അതേപോലെ മറ്റേ സമീക്ഷക്കാരി, അതായത് എന്തും ആലോചിച്ച് ചെയ്യുക. നമ്മളൊരു നീജർ റിയാക്ഷൻ ഇല്ലാണ്ട് എന്ത് കേട്ടാലും വളരെ ആലോചിച്ചത് ഏതാണ് നല്ലത്, ശരി തെറ്റെന്ന് ആലോചിച്ച് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും മറ്റേ സത്യം പറയുക. പിന്നെ ഒരു വിഷയത്തിലും ഇപ്പോൾ മറ്റേ കുറച്ച് മധുരമുള്ള കണ്ടാലുള്ള ആസക്തി കാണിച്ച് കണ്ടവാനം കഴിക്കാതിരിക്കുക. അതിനൊക്കെ ഒരു നിയന്ത്രണം, അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിയന്ത്രണത്തോടു കൂടി ചെയ്യുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അതേപോലെ തന്നെ ഒരു മറ്റേ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ള ആൾക്കാരെ ചീത്ത പറയാതിരിക്കുക. അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ആരോഗ്യവാനായിരിക്കാം, രോഗം ഉണ്ടാവില്ല. അലോപ്പതിയിൽ ഒരു മരുന്ന് കഴിക്കുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഹാർട്ട് ബന്ധപ്പെട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ അതിനുള്ള ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആയുർവേദമാണ് അയാൾക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയത്. ഇത് രണ്ടും തമ്മിൽ ഒരേ സമയത്ത് കഴിക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും റിയാക്ഷൻ അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റ് ഇത് വല്ലതും ഉണ്ടാവും? ഇപ്പോൾ വരുന്ന ഒരു 99% രോഗികളും എന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ ഹാർട്ട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആസ്മയ്ക്കോ അങ്ങനെ എന്തെങ്കിലുമായിട്ടുള്ള അസുഖങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസാണ് പലരും വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴിക്കുന്ന മരുന്നുകൾ രണ്ടിനും ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഇപ്പോൾ ആയുർവേദ മരുന്നും ആധുനിക മരുന്നും കൂടി ഒന്നിച്ച് ഒരേ സമയത്ത് കഴിക്കാതിരിക്കുക. ഇപ്പോൾ ആധുനിക മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾ അത് ഡയറക്റ്റായിട്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ആദ്യം കഴിച്ചോളാൻ പറയും. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ആയുർവേദ മരുന്ന് കഴിക്കാൻ പറയും. ആയുർവേദ മരുന്നുകളെല്ലാം അരിഷ്ടാശ്രമങ്ങളും മറ്റേ ഭസ്മങ്ങളും ഒഴിച്ച് ബാക്കിയൊക്കെ ഒരു ഡൈജസ്റ്റീവ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ.
അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊടുത്താൽ കഴിക്കാൻ ഇതുവരെ യാതൊരു പ്രശ്നവുമില്ല. ഈയിടെ രാജസ്ഥാനിൽ നിന്ന് ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ വന്നു. അപ്പോൾ അവർ സ്റ്റിറോയിഡൊക്കെ ചേർത്തിട്ടുള്ള മരുന്നൊക്കെയാണ് അത് കൊടുത്തത്. അത് വാങ്ങി ഉപയോഗിച്ചവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷനൊക്കെ വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ടത് പിന്നെ നിങ്ങളുടെ ഒരു ചുമതലയല്ല. നിങ്ങളത് ശരിയായ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന് വെളിച്ചെണ്ണയെ കുറിച്ചുള്ളത്, അതും കൊളസ്ട്രോളുമായിട്ടുള്ള ആ ബന്ധം അതൊന്ന് വ്യക്തമാക്കിക്കൊള്ളാം. അതിനാണ് ഈ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. കാരണം നമുക്കിത് ഇപ്പോൾ ആയിരക്കണക്കിന് ഔഷധങ്ങളുണ്ട് ഇന്ത്യയിൽ മൊത്തം ഉണ്ടാക്കുന്നത്. അതൊന്നും ഓരോ കമ്പനിക്കാർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡ്രഗ്സ് കൺട്രോളർമാർ എല്ലാ സ്ഥലത്തും പോയി ഇൻസ്പെക്ട് ചെയ്ത് അവർ സാമ്പിൾ എടുത്ത് അനലൈസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നന്നെങ്കിൽ ഒരു ചീത്തയാണെങ്കിൽ അവർ ബാൻ ചെയ്യും. അതാണ് അതിൻ്റെ സമ്പ്രദായം. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതവർ പിടിക്കും. പക്ഷേ എപ്പോഴെങ്കിലും ചെയ്യുന്നത് ആരും അറിയില്ല. പക്ഷെ അത് പൊതുവെ ആയുർവേദ മേഖലയ്ക്ക് തന്നെ വളരെ ഒരു ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. വളരെ ശരിയാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് ഒരു ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഒരു കമ്പനികൾക്കോ അത് ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തെറ്റായ ഒരു വിശ്വാസമാണ് വെളിച്ചെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുന്നത്. മാത്രമല്ല പാർക്കിൻസൺസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളിൽ വെളിച്ചെണ്ണ മരുന്നായി മാറുന്നു. ഇതാണ് വസ്തുത. അപ്പോൾ നമ്മൾ അതിന് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. വെളിച്ചെണ്ണയ്ക്ക് തുല്യം നിൽക്കുന്നത് മുലപ്പാൽ മാത്രമാണ്. ഇതാണ് സ്റ്റഡി. അപ്പോൾ ഈ വെളിച്ചെണ്ണ നമ്മൾ ചില കാര്യങ്ങളിൽ ഈ കാട് കാണാതെ മരം മാത്രം കാണുന്ന ഒരു സിസ്റ്റമാണ്. ഈ വെളിച്ചെണ്ണയുടെയോ നെയ്യിൻ്റെയോ ഗുണങ്ങളെക്കുറിച്ചൊക്കെ മറന്ന് ആ ഒരു പോയിന്റിൽ കയറി സംസാരിക്കുന്നതാണ് ഇതിൻ്റെ അപകടം. നമ്മുടെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് ഒരിക്കൽ പോലും വെളിച്ചെണ്ണ കാരണം കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് എവിടെ അനുഭവിക്കും? വ്യക്തവുമായി മലയാളക്കരയിൽ ആയുർവേദത്തിന്റെ പ്രസക്തി അവർ കൃത്യമായി പറഞ്ഞു.